നല്ല ടേസ്റ്റ് അല്ലേ? അപ്പുറത്തുണ്ട്. പൈസകൾ കിട്ടുന്നുണ്ടല്ലേ? എവിടെ? വീടിനടുത്തുള്ള ഒരു കുളമാണ്. നല്ല വലുപ്പമുള്ള മീനുകളുണ്ട് ഇതില്. അപ്പൊ ഇടയ്ക്ക് പോകുമ്പോൾ ഇതിനെ വലിയ വലിയ മീനുകൾ നിൽക്കണ കാണാം. അതിനെ പിടിക്കാൻ അപ്പൂസ് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഇതുപോലെ വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ വഴി തന്നെ വന്നപ്പോൾ ഇവിടെ 3 പേര് മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ അവരുടെ മീൻപിടുത്തവും കഥകളൊക്കെ കേട്ടിട്ട് അവിടെ കുറച്ചേരം ഇരുന്നു. ഇവര് ഈ കുളത്തിന്റെ ഒക്കെ പഴയ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ആഴുണ്ടോ? ആന എങ്ങനെ വീണ്? അത് പാപ്പം കുളിപ്പിക്കാനിപ്പോ ആന തന്നെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആന അതിൽ വീണോ? ആനയും പാപ്പാനൊക്കെ മേളക്കാരൊക്കെ വീണത്. എന്നിട്ട് എങ്ങനെ കയറ്റി? അത് ഇതിന്റെ അടിയിൽ തന്നെ ആരും കിട്ടിട്ടൊന്നും. ആനനെ കയറ്റിയില്ലേ? പണ്ട് ഈ കുളം അന്ന് ഇങ്ങനെയൊന്നുമില്ല. അന്ന് ഇതുപോലെ നല്ല കല്ലും ഇതൊക്കെയാണ്. എന്നിട്ട് ആന എപ്പോഴും ഇതിന്റെ താഴെ കിടക്കുന്നുണ്ടോ? കൊറേ കൊല്ലത്തേവൂലേ? ആരെങ്കിലും കത്തിച്ചു വിട്ടാവോ? അപ്പൊ ആനക്കൊമ്പൊക്കെ ഉണ്ടാവില്ലോടാ അതില്? അപ്പൂസേ, ആന ഉണ്ട് ഇത്രയില്. പണ്ടേ ആന അതില് പെട്ടിട്ടുണ്ടെന്ന്. അത് എടുത്തിട്ടില്ല അത്രേ. അതിന്റെ തൊട്ടപ്പുറത്ത് കാല് വഴിക്ക് പോണത് അവിടെ പാറ്റി ഉണ്ടാകും. ഇപ്പൊ കാണാലോ, ഇന്നലെ കണ്ടോ? ചെറിയ കുട്ടികളോ? അതാണല്ലോ. അതിലൊന്നും പുട്ടുപുട്ടുന്നേരം അടിച്ചാൽ പൊടിമീനുകളെ കാണുന്നത്. മീനുകളൊന്നും കാണിച്ചു തരുമോ? ഇപ്പൊ അത്ര 1/2 കിലോ ആയില്ലേ? ഇത് നാടൻ സിലോപ്പി അല്ലേ? നിങ്ങൾ കഴിക്കോ? നല്ല ടേസ്റ്റ് അല്ലേ? കൊറേ കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ വലുതോളൊക്കെ എവിടെ പോ? വലുതോളൊക്കെ പിടിക്കുന്നുണ്ടാവുള്ളൂ. മീനെ കാണിച്ചാ കിട്ടി. മീനെ ഇതെന്താ സിലോപ്പി കുട്ടികളോ? കറികളായില്ലേ? സിലോപ്പിയും പിന്നെ പെർലു. കണ്ണന്മാരില്ല? എവിടെ? ആ ഭാഗത്തോ? അല്ലടാ, വലിയ സിലോപ്പി ഇല്ലേ ഇതില്? അപ്പുറത്തുണ്ട്. സ്കൂളില്ലാത്ത സമയത്തൊക്കെ അവന്റെ പരിപാടി ഇതാണത്രേ. പണ്ട് നമ്മൾ ഇതേപോലെ മീൻ പിടിച്ച് നടന്നു തന്നെ ആയിരിക്കും കൂടുതൽ പേരും. എന്തായാലും ചെറിയ സമയം കൊണ്ട് അത്യാവശ്യം മീനുകൾ അവർ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇതിൽ പണ്ട് ആന വീണത്. ഞാൻ ഈ കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പണ്ട് നടന്ന സംഭവം എന്നാണ് ഇവര് പറഞ്ഞത്. ഇവരുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും. എന്തായാലും അത് സത്യമാണോന്നൊന്നും അറിയണം.